എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണത് +2 ബയോളജി ടെക്സ്റ്റിലെ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ് എന്ന ബയോടെക്നോളജിയുടെ ഫസ്റ്റ് ചാപ്റ്ററാണ്. നല്ല കൺസെപ്റ്റുകൾ അടങ്ങിയിട്ടുള്ള ഒരു കൺസെപ്ച്വൽ ചാപ്റ്ററാണ്. നമുക്കപ്പം ചാപ്റ്ററിലേക്ക് എൻ്റർ ചെയ്യാം. അതിന് മുമ്പിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ്. അപ്പോൾ ബയോടെക്നോളജി എന്നാൽ എന്താണെന്ന് ആദ്യം ഒരു ചെറിയൊരു ഡെഫിനിഷൻ നോക്കാം. ബയോടെക്നോളജി സിമ്പിളായിട്ട് പറയാം, ഡീൽസ് വിത്ത് ദി ടെക്നിക് ഓഫ് യൂസിങ് ലൈവ് ഓർഗാനിസം ഓർ enzyme from organisms to produce products and these are useful to humans. അപ്പോൾ എന്താ, ലൈവ് ഓർഗാനിസത്തെയോ അല്ലെങ്കിൽ ഓർഗാനിസത്തിൽ നിന്ന് കിട്ടുന്ന എൻസൈമുകളെയോ യൂസ് ചെയ്തിട്ട് പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്നിക്കുകൾ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു ബ്രാഞ്ചാണ് ബയോടെക്നോളജി. ദാറ്റ് ആർ യൂസ്ഫുൾ ടു ഹ്യൂമൻ ബീങ്സിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ബയോടെക്നോളജി എന്ന ആ ഒരു ബ്രാഞ്ച് മെയിനായിട്ട് അതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ജനറ്റിക് എഞ്ചിനീയറിങ്ങും കെമിക്കൽ എഞ്ചിനീയറിങ്ങുമാണ് ബയോടെക്നോളജിയുടെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ്. അപ്പോൾ ആദ്യമായിട്ട് ജനറ്റിക് എഞ്ചിനീയറിംഗ് ഒന്നാമത്തെ പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. ഒന്നാമത്തത് ജനറ്റിക് എഞ്ചിനീയറിംഗ് ആണ്. ജനറ്റിക് എഞ്ചിനീയറിംഗിൽ ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ DNA ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് DNA RNA സീക്വൻസിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ട് അതിൻ്റെ ബേസ് പെയേഴ്സ് തമ്മിൽ മാറ്റങ്ങൾ വരുത്തിയിട്ട് ഉണ്ടാക്കുന്ന പുതിയ ഫോറിൻ ആയിട്ടുള്ള അതിന് DNA അതിന് റീകോമ്പിനൻ്റ് DNA എന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള റീകോമ്പിനൻ്റ് DNA ഡെവലപ്പ് ചെയ്തിട്ട് ഒരു ഹോസ്റ്റ് ഓർഗാനിസത്തിലേക്ക് അതിനെ ട്രാൻസ്ഫോം ചെയ്തിട്ട് അതിനെ അവിടെ കൾച്ചർ ചെയ്തിട്ടാണ് പുതിയ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നത്. altering DNA or RNA sequences entering to host organism change the phenotype. ഫീനോടൈപ്പ് എന്ന് വെച്ചാൽ എന്താ, ഫിസിക്കൽ എക്സ്പ്രഷൻ ഓഫ് ദി ക്യാരക്ടർ. അതായത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഏലിയൻ DNA അല്ലെങ്കിൽ ഫോറിൻ DNA കൊണ്ടിട്ട് കൾച്ചർ ചെയ്തിട്ടുണ്ടാകുന്ന അത് നമ്മൾ ഹോസ്റ്റ് ഓർഗാനിസത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഹോസ്റ്റ് ഓർഗാനിസത്തിൽ ഉണ്ടാകുന്ന ഫിസിക്കൽ ചേഞ്ചിന് പറയുന്നവരാണ് ഫീനോടൈപ്പ്. അപ്പം ജനറ്റിക് എഞ്ചിനീയറിംഗ്. ഓക്കെ, അടുത്ത റീകോമ്പിനൻ്റ് DNA ടെക്നോളജി എന്നാൽ യൂസ് ഓഫ് ജീൻ ക്ലോണിങ് ആൻഡ് ജീൻ ട്രാൻസ്ഫർ. അതായത് ജീനിനെ ഇത്തരത്തിൽ ട്രാൻസ്ഫർ ചെയ്തിട്ട് പുതിയതായിട്ട് അതിനെ ട്രാൻസ്ഫർ ചെയ്തിട്ട് പുതിയ റീകോമ്പിനൻ്റ് ആയിട്ടുള്ള ടൈപ്പ് DNA ഉണ്ടാക്കുന്ന പ്രോസസ്സ്, അതാണ് റീകോമ്പിനൻ്റ് DNA ടെക്നോളജി. അടുത്ത കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്താണെന്ന് നോക്കാം. അതിനെക്കുറിച്ചിട്ട് ഒരു വാക്ക് അറിഞ്ഞിരിക്കാം, നമ്മുടെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. മെയിൻറ്റെയിനിങ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ടു പ്രൊഡ്യൂസ് ആൻറ്റിബയോട്ടിക്സ്, വാക്സിൻസ് ആൻഡ് എൻസൈംസ്. അപ്പോൾ ആൻറ്റിബയോട്ടിക്സും വാക്സിൻസും എൻസൈമും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൈക്രോ ഓർഗാനിസത്തെ മെയിൻറ്റെയിൻ ചെയ്യിപ്പിക്കുന്ന ആ ഒരു ബ്രാഞ്ചാണ് കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്നാൽ എന്താണെന്നാണ്. മുൻപ് പറഞ്ഞു, നമ്മളൊരു ബേസ് പെയേഴ്സിൽ വ്യത്യാസം ഉണ്ടാക്കിയിട്ട് പുതിയൊരു DNA സിന്തസൈസ് ചെയ്യുകയാണ്. ആ ഒരു DNA ഫ്രാഗ്മെൻറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഡിസറബിൾ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് എന്നൊക്കെ പറയുന്ന സാധനം. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് നമ്മളൊരു മറ്റൊരു ഹോസ്റ്റ് ഓർഗാനിസത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കൾച്ചർ ചെയ്തെടുപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാസ്മിഡ് തുടങ്ങിയ റെപ്ലിക്കേറ്റ് ചെയ്യുന്ന സർക്കുലാർ അല്ലെങ്കിൽ DNA-കളിലേക്ക് നമ്മളിതിനെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നിട്ടാണ് ഇത് റെപ്ലിക്കേറ്റ് ചെയ്തിട്ട് പുതിയ പുതിയ പ്രോജനീസ് ഉണ്ടായി വരുന്നത്. അപ്പോൾ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്നത് ഇത്തരത്തിൽ റെപ്ലിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു സെക്ഷനിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ്. എലിയൻ പീസ് ഓഫ് DNA ലിങ്ക്ഡ് വിത്ത് ദിസ് സൈറ്റ് ആൻഡ് ക്യാൻ റെപ്ലിക്കേറ്റ് ഇറ്റ് സെൽഫ് വിത്ത് ദി ഹോസ്റ്റ് ഓർഗാനിസം. ഓക്കെ, ഇത്തരത്തിൽ പുതിയതായിട്ടൊരു റീകോമ്പിനൻ്റ് DNA ഉണ്ടാക്കുന്നത് ഒരു ഏലിയൻ പീസ് ഓഫ് DNA, ഡിസറബിൾ ജീനുള്ള DNA നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതുകൊണ്ട് മറ്റൊരു സ്ഥലത്ത് പേസ്റ്റ് ചെയ്ത് വെക്കുന്നതാണ്. അതിനൊരു എക്സാമ്പിളാണ്, അതായത് ഒരു മെഷീൻ പോലെ വർക്ക് ചെയ്യും. നമ്മൾ ഉണ്ടാക്കിയ DNA ഫ്രാഗ്മെൻറ്റ് ഒരിടത്ത് കൊണ്ട് കൊടുക്കുന്നു, അവിടെ നിന്ന് അത് പുതിയ മെറ്റീരിയലായിട്ട് മാറി വരുന്നു. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. പ്ലാസ്മിഡ് എന്താണെന്ന് ചോദിച്ചാൽ ഓട്ടോണമസ്ലി റെപ്ലിക്കേറ്റിംഗ് സർക്കുലാർ എക്സ്ട്രാ ക്രോമസോമൽ DNA എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ്. സർക്കുലാർ ഷേപ്പിലുള്ള ഒരു DNA ആണ്. അവിടെ കുറേ ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പം പ്ലാസ്മിഡ് എന്ന കാര്യം സാൽമോണല്ല ടൈഫിമുറിയം എന്നതിൽ നിന്നിട്ട് എടുത്തതാണ്. സ്റ്റാലി കോഹനും ഹെർബർട്ട് ബോയറുമാണ് അത് ഡിസ്കവർ ചെയ്തത്. അപ്പോൾ ടെക്സ്റ്റിലെ ഇൻട്രൊഡക്ഷൻ പാർട്ടിന് ശേഷം അടുത്തതായിട്ട് അറിയേണ്ടത് ടൂൾസ് ഓഫ് റീകോമ്പിനൻ്റ് DNA ടെക്നോളജി എന്ന സെക്ഷനാണ്. റീകോമ്പിനൻ്റ് DNA ടെക്നോളജിയിൽ യൂസ് ചെയ്യുന്ന ടൂളുകൾ എന്തൊക്കെയാണ്?
ഓക്കെ, ആദ്യമായിട്ട് റെസ്ട്രിക്ഷൻ എൻസൈമിൻ്റെ പ്രസൻസ് ആണ്. റെസ്ട്രിക്ഷൻ എൻസൈം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു DNA ഫ്രാഗ്മെൻ്റ് ഉണ്ടല്ലോ, ഒരു DNA ഉണ്ടല്ലോ, ആ DNA നമ്മൾ ഫ്രാഗ്മെൻ്റ് ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ജീൻ ഓഫ് ഇൻട്രസ്റ്റ് അല്ല നമ്മൾ അങ്ങോട്ടേക്ക് വേണ്ടി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. അതായത് അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ വേണം, ഈ തരത്തിൽ DNA. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആളാണ് റെസ്ട്രിക്ഷൻ എൻസൈംസ്. റെസ്ട്രിക്ഷൻ എക്സോ ന്യൂക്ലിയസ്, റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് എന്നിങ്ങനെ 2 ടൈപ്പ് എൻസൈംസ് ആണ് ഇതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത്. റെസ്ട്രിക്ഷൻ എക്സോ ന്യൂക്ലിയസ് എന്താണെന്ന് വെച്ചാൽ ഒരു DNA ഫ്രാഗ്മെൻറ്റിൻ്റെ ഒരു എൻഡിൽ കട്ട് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു എൻഡിൽ നിന്നും ന്യൂക്ലിയോടൈഡ്സിനെ എടുത്ത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാപ്പബിലിറ്റി ഉള്ള ആളാണ് റെസ്ട്രിക്ഷൻ എക്സോ ന്യൂക്ലിയസ്. മേക്ക് എ കട്ട് ഓർ റിമൂവ് ന്യൂക്ലിയോടൈഡ്സ് ഫ്രം ദി എൻഡ്സ് ഓഫ് DNA. ഒരു എൻഡിൽ നിന്നും, ഒരു DNA സീക്വൻസിൻ്റെ എൻഡിൽ നിന്നും ന്യൂക്ലിയോടൈഡ്സിനെ കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാനുള്ള ശേഷിയുള്ള എൻസൈംസ്. അടുത്ത രണ്ടാമത്തെ ആളാണ് റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ്. എന്താണ് റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് എന്ന് ചോദിച്ചാൽ, മേക്ക് കട്ട് അറ്റ് സ്പെസിഫിക് പൊസിഷൻ വിത്തിൻ ദ DNA. അതായത് ഒരു DNA സീക്വൻസ് കിട്ടിയാൽ അതിൻ്റെ എവിടെ വേണമെങ്കിലും ഒരു പ്രത്യേക അളവിൽ അല്ലെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാനുള്ള എബിലിറ്റി ഉള്ള എൻസൈമുകളാണ് റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ്. അപ്പോൾ റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്ത ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് എന്നത് ഹിന്ദു 2 എന്നതാണ്. നമ്മുടെ ടെക്സ്റ്റിൽ മറ്റൊരു റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് കൂടി കൊടുത്തിട്ടുണ്ട്. എക്കോ R1 എന്നതാണ് അതിൻ്റെ പേര്. എക്കോ R1 RY13 എന്നുള്ളത്. ഇത്തരത്തിൽ എക്കോ R1 എന്ന പേര് എങ്ങനെ വന്നു എന്ന് ഡിറൈവ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ടെക്സ്റ്റിൽ. എക്കോ R1 എന്നതിൽ എക്കോ എന്നത് എസ്കെറിഷ്യ കൊളൈ ബാക്ടീരിയ എന്ന പേരിൽ നിന്നിട്ടാണ്. ഇതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുത്തതാണ് ഈ എൻസൈം, ഈ റെസ്ട്രിക്ഷൻ എൻസൈം, റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ്. അപ്പോൾ അതുകൊണ്ടാണ് എക്കോ എന്നത് ആദ്യം എസ്കെറിഷ്യ കൊളൈനെ സൂചിപ്പിക്കുന്നതാണ്. R എന്നത് അതൊരു പർട്ടിക്കുലർ സ്ട്രെയിനിൽ നിന്ന് എടുത്തതാണ്. ആ സ്ട്രെയിനിൻ്റെ പേര് RY13 എന്നതാണ്. ഇനി 1 എന്ന് അല്ലെങ്കിൽ റോമൻ ന്യൂമറൽ 1 അല്ലെങ്കിൽ I എന്നൊക്കെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന ഈ സാധനം എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദി ഫസ്റ്റ് എൻസൈം ഐസൊലേറ്റഡ് ഫ്രം ദി സ്ട്രെയിൻ. അതായത് ഇതിൽ നിന്നും ഈ എസ്കെറിഷ്യ കൊളയിൽ നിന്നിട്ടും ആദ്യമായിട്ട് ഐസൊലേറ്റ് ചെയ്തെടുത്ത ഒരു സ്ട്രെയിനാണ് എക്കോ R1. അതുകൊണ്ടാണ് റോമൻ ന്യൂമറലായിട്ട് 1 എന്ന് കൊടുത്തേക്കുന്നത്. അടുത്തതായിട്ട് അറിയേണ്ടത് എന്താണ് പാലിൻഡ്രോമിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസ്. പാലിൻഡ്രോം എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വായിച്ചാലും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വായിച്ചാലും ഒരേപോലെ കിട്ടുന്ന വാക്കുകൾക്ക് പറയുന്ന പേരാണ് പാലിൻഡ്രോമിക്. എക്സാമ്പിൾ, നമ്മുടെ മലയാളം MALA YALA എന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് വായിച്ചാലും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വായിച്ചാലും മലയാളം തന്നെയാണ് അല്ലേ. മലയാളം തന്നെ വായിക്കാൻ പറ്റുമോ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് വായിച്ചാലോ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് വായിച്ചാലോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ പാലിൻഡ്രോമിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് എന്ന് വെച്ചാൽ അങ്ങനെയുള്ള സീക്വൻസ് ആണ്. സെയിം സീക്വൻസ് വെൻ റീഡ് ബോത്ത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേഡ് ഡയറക്ഷൻ. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് റീഡ് ചെയ്താലും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് റീഡ് ചെയ്താലും അവിടെയുള്ള സീക്വൻസ് സെയിം ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളതിന് പറയുന്ന സീക്വൻസസുകൾക്ക് പറയുന്ന പേരാണ്, DNA കോൺസ്റ്റിറ്റ്യുവൻസിന് പറയുന്ന പേരാണ് പാലിൻഡ്രോമിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസസ്. ഇനി നമുക്കറിയാം എക്കോ R1ൻ്റെ ഹിന്ദ് 3യുടെ ടെക്സ്റ്റിൽ ഡയറക്റ്റ് പറയുന്ന കാര്യമല്ല. എക്കോ R1 എന്ന് പറയുമ്പോഴത്തേക്ക് എക്കോ R1 എന്ന് പറയുന്ന ഒരു റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അത് DNA സീക്വൻസിൽ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ GAATTC ഒരു ന്യൂക്ലിയോടൈഡ് ഒരു അമിനോ ആസിഡ് ചെയിനിൽ നിന്ന് അല്ലെങ്കിൽ ഒരു DNA ചെയിനിൽ നിന്നിട്ട് GAATTC എന്ന ആ ഒരു ടാഗിലാണ് അത് കട്ട് ഉണ്ടാക്കുന്നത്, എക്കോ R1 എന്ന റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ്. അപ്പോൾ എക്കോ R1 എന്ന റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് എങ്ങനെയാണ് കട്ട് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അവിടെ പടം പോലെ അങ്ങനെ ടെക്സ്റ്റിലും കൊടുത്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് എക്കോ R1 എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ മോഡ് ഓഫ് ആക്ഷൻ ആണ്. അതായത് അടുത്തടുത്തുള്ള 2 DNAs ആണ്. അപ്പോൾ അത് തമ്മിൽ നമ്മൾ ക്രോസ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ GAATTC എന്ന് പറഞ്ഞ സീക്വൻസ് ആണ് ഇരിക്കുന്നത് രണ്ടിടത്തും. അപ്പോൾ അവിടെ നിന്നിട്ടും നമ്മുടെ എക്കോ R1ൻ്റെ മോഡ് ഓഫ് ആക്ഷൻ ആണ് പറയുന്നത്. ഇവിടെ നിന്നിട്ടും G അവിടെ നിർത്തി അല്ലേ, ബാക്കി ഇവിടുത്തെ G എടുത്ത് കളഞ്ഞു, ബാക്കിയുള്ള സീക്വൻസസ് ഇത്രയും. അടുത്ത ഇവിടെ നിന്നിട്ടും ഈ G ഇവിടെ ഉണ്ട്, ഇവിടുന്ന് ഇത്രയും ഭാഗം അല്ലേ, രണ്ടും കൂടെ കൂട്ടി യോജിപ്പിച്ചാൽ എന്തായിട്ട് മാറും, ഇതേപോലുള്ള ഒരു മെറ്റീരിയലായിട്ട് മാറും. അതായത് GAATTC എന്ന സ്പെസിഫിക് ആയിട്ട് കട്ട് ചെയ്യുന്ന ആളാണ് എക്കോ R1. അതിൻ്റെ റെക്കഗ്നേഷൻ സൈറ്റാണിത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. ഇത് കൂടാതെ ഹിന്ദ് 3 എന്ന് പറയുന്നതിൻ്റെ നമ്മൾ റെക്കഗ്നേഷൻ സൈറ്റ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് AAGCTT എന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്ന റീകോമ്പിനൻ്റ് DNA ടെക്നോളജിയിൽ യൂസ് ചെയ്യുന്ന ആ ഒരു കീ എന്നത് DNA ലിഗേസ് എന്നതാണ്. എല്ലാവർക്കും അറിയാം, മോളിക്കുലാർ പശ അല്ലെങ്കിൽ മോളിക്കുലാർ ഗ്ലൂ എന്നൊക്കെ അറിയപ്പെടുന്ന 2 ഫ്രാഗ്മെൻറ്റ്സ് തമ്മിൽ ഒട്ടിക്കുന്ന പ്രോപ്പർട്ടിയുള്ള ആളാണ് DNA ലിഗേസ്. ദി DNA ഫ്രാഗ്മെൻറ്റ്സ് ആർ ജോയിൻഡ് ടുഗദർ യൂസിങ് DNA ലിഗേസ്. കുറച്ച് നേരം കൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് റീകോമ്പിനൻ്റ് DNA ടെക്നോളജിന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷനിലോട്ട് പോകാം. എന്താണ് DNA ടെക്നോളജി അല്ലെങ്കിൽ റീകോമ്പിനൻ്റ് DNA ടെക്നോളജി?
അപ്പോൾ റീകോമ്പിനൻ്റ് DNA ടെക്നോളജി എന്ന് വെച്ചാൽ വേണ്ടുന്ന ജീൻസ് അടങ്ങിയിട്ടുള്ള DNA ഫ്രാഗ്മെൻറ്റ് നമ്മൾ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് തിരിച്ച് സ്യൂട്ടബിളായിട്ട് ഐസൊലേറ്റ് ചെയ്തെടുത്തു. ഇനി ഇതൊരു സിംഗിൾ അല്ലെങ്കിൽ ഇതൊരു സർക്കുലാർ DNA ആണ്, അല്ലെങ്കിൽ ഒരു പ്ലാസ്മിഡാണ്. ഈ പ്ലാസ്മിഡിലേക്ക് നമുക്ക് ഈ ഫോറിൻ ആയിട്ടുള്ള ജീൻ ഓഫ് ഇൻ്ററസ്റ്റ് കൊണ്ട് പേസ്റ്റ് ചെയ്ത് വെക്കണം, ലിഗേസ് ചെയ്യണം, ഒട്ടിച്ച് വെക്കണം. അതിന് വേണ്ടിയിട്ട് മോളിക്കുലാർ ഗ്ലൂ ആയിട്ടുള്ള DNA ലിഗേസ് യൂസ് ചെയ്യാം. ഇത്തരത്തിൽ പുതിയൊരു ഒരു പ്ലാസ്മിഡ് അല്ലെങ്കിൽ ആ ഒരു DNA ഫ്രാഗ്മെൻറ്റ് റെപ്ലിക്കേറ്റ് ചെയ്യുന്ന ഒരു ഫ്രാഗ്മെൻറ്റിലേക്ക് നമ്മളോട് ഒട്ടിച്ചേർത്തപ്പം പുതിയൊരു ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഫോം ചെയ്തു. അതിൻ്റെ ഫീനോടൈപ്പ് അതിൻ്റെ ഫിസിക്കൽ എക്സ്പ്രഷൻ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരു സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു, എസ്കെറിഷ്യ കൊളൈൻ്റെ സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്ത പർട്ടിക്കുലർ ജീനിൻ്റെ ബേസിസിലുള്ള ആ സ്വഭാവമുള്ള മറ്റ് സെല്ലുകൾ ഫോം ചെയ്തു. ഇതാണ് DNA ടെക്നോളജീൻ്റെ ബേസിക്. അടുത്തതായിട്ട് പറയുന്നത്, ഇവിടെ നമ്മൾ DNA ഫ്രാഗ്മെൻറ്റ്സ് ആക്കി തിരിച്ചല്ലോ, ആ ഫ്രാഗ്മെൻറ്റ്സ് എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത് അങ്ങനെയുള്ളൊരു മെത്തേഡാണ്. അതിന് പറയുന്ന പേര് ജെൽ ഇലക്ട്രോഫോറസിസ് എന്നതാണ്. സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെൻറ്റ്സ്. ജെൽ ഇലക്ട്രോഫോറസിസ്, അതായത് DNA ഫ്രാഗ്മെൻറ്റ്സ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ്. ദേ ആർ ഫോഴ്സ്ഡ് ടു മൂവ് ആനോഡ്. അത് ഫോഴ്സ് ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ ആനോഡിലേക്ക് മൂവ് ചെയ്യും ബൈ അപ്ലൈങ് ഇലക്ട്രിസിറ്റി. അപ്പോൾ ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്തിട്ട് ഇത്തരത്തിൽ നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള DNA ഫ്രാഗ്മെൻറ്റ്സ് നമ്മൾ ആനോഡിലേക്ക് മൂവ് ചെയ്യും ത്രൂ എ മീഡിയം. ആ മീഡിയം അഗറോസ് എന്ന മെറ്റീരിയൽ കൊണ്ടിട്ടാണ് സാധാരണ ഉണ്ടാക്കുന്നത്. അഗറോസ് എന്നാൽ സീവീഡുകളിൽ നിന്നിട്ടും കിട്ടുന്ന ഒരു എക്സ്ട്രാക്ട് ചെയ്തെടുത്തുന്ന ഒരു ബയോളജിക്കൽ പ്രോഡക്റ്റാണ് അഗർ. അപ്പം അഗർ എന്ന മെറ്റീരിയൽ കൊണ്ടിട്ടാണ് ആ ഒരു മീഡിയമായിട്ട് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഈ ജെൽ ഇലക്ട്രോഫോറസിസിനെ നമ്മളെന്ത് വിളിക്കും? അഗറോസ് ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് വിളിക്കും. ഇത്തരത്തിൽ സെപ്പറേറ്റ് ഇതാണുണ്ടോ, ഇതൊരു വെല്ലാണ്, ടെക്സ്റ്റിലുള്ള പടമാണ്. അപ്പോൾ ഈ വെല്ലിൽ നിന്നിട്ടും നെഗറ്റീവ് ചാർജുള്ള DNA ഉണ്ട്. DNA നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാണ്, ആനോഡിൻ്റെ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യുകയാണ്. അതായത് സ്മാൾ പാർട്ടിക്കിൾസ്, സ്മാൾ കണ്ടൻ്റ് ഉള്ള അല്ലെങ്കിൽ സ്മാൾ ആയിട്ടുള്ള DNA ഫ്രാഗ്മെൻറ്റ്സ് കൂടുതൽ ദൂരം പോവും, ലാർജ് ആയിട്ടുള്ളത് കുറച്ച് ദൂരെ പോകും. അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ സെപ്പറേറ്റഡ് ഫ്രാഗ്മെൻറ്റ്സ് നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. സെപ്പറേറ്റഡ് ഫ്രാഗ്മെൻറ്റ്സ് എങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ എത്തിഡിയം ബ്രോമൈഡ് യൂസ് ചെയ്യും. സെപ്പറേറ്റഡ് ഫ്രാഗ്മെൻറ്റ്സ് വിഷ്വലൈസ്ഡ് ബൈ യൂസിങ് എത്തിഡിയം ബ്രോമൈഡ്. അപ്പോൾ എത്തിഡിയം ബ്രോമൈഡ് യൂസ് ചെയ്തിട്ട് UV ലൈറ്റിൻ്റെ പ്രസൻസിൽ വെക്കുമ്പോഴത്തേക്ക് ഈ DNA ഫ്രാഗ്മെൻറ്റ്സ് ഓറഞ്ച് കളേർഡ് ബാൻഡ്സ് ആയിട്ട് അപ്പിയർ ചെയ്യും. എന്താണ് ദി ഓറഞ്ച് കളേർഡ് ബാൻഡ്സ് ആർ സീൻ. അതിനുശേഷം നമ്മൾ എല്യൂഷൻ എന്ന പ്രോസസ്സിലൂടെ നമ്മൾ ഇതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കും. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലോണിംഗ് വെക്ടറുകളെ കുറിച്ചിട്ടാണ്. ക്ലോണിംഗ് എന്നാൽ കൾച്ചർ ചെയ്യുന്ന വെക്ടറുകൾ എന്നതാണ് അതിൻ്റെ മീനിങ്. അതായത് നമ്മൾ കുറച്ച് മുമ്പേ ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ ഒരു പ്ലാസ്മിഡിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തു. അതായത് നമുക്ക് വേണ്ടുന്ന ജീൻ ഓഫ് ഇൻട്രസ്റ്റ് പ്ലാസ്മിഡിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ടാണ് പുതിയ ഓർഗാനിസത്തെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് റെപ്ലിക്കേറ്റ് ചെയ്തെടുക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ DNA ടെക്നോളജി പറഞ്ഞപ്പോഴും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവിടെ ഒരു സർക്കുലർ DNA ഉണ്ട്, ഇത് വെച്ചിട്ടാണ് നമ്മൾ റെപ്ലിക്കേഷൻ നടത്തുന്നത്. ഈ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇതിലേക്ക് പേസ്റ്റ് ചെയ്യിപ്പിച്ച് അതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി എന്തിനുണ്ട്? ഇതിനുണ്ട്. അപ്പോൾ ഒരു റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള ആ ഒരു പ്രോപ്പർട്ടി ഉള്ള ഐറ്റംസിന് പറയുന്ന പേരാണ് ക്ലോണിംഗ് വെക്ടേഴ്സ്. അപ്പോൾ ക്ലോണിംഗ് വെക്ടേഴ്സിന് പ്രധാനമായിട്ടും പല പല പാർട്സുകളുണ്ട്. ആ പാർട്സുകളാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പ്ലാസ്മിഡിനാണെങ്കിൽ 1 മുതൽ 2 വരെ കോപ്പി പെർ സെല്ലിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. ബാക്ടീരിയോ ഫേസിനാണെങ്കിൽ 15 to 100 കോപ്പി പെർ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ക്ലോണിംഗ് വെക്ടേഴ്സിൻ്റെ ഒന്നാമത്തെ പാർട്സ് എന്താണെന്ന് നോക്കാം. അത് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന കാര്യം, ORI എന്നൊക്കെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ സ്റ്റാർട്ടിംഗ് റീജിയൻ എന്ന് പറയുന്ന പേരാണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. സൈറ്റ് അറ്റ് വെച്ച് alien DNA ഫ്രാഗ്മെൻറ്റ് ക്യാൻ എൻ്റർ. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഡിസൈർ ചെയ്തെടുത്ത് നമ്മൾ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് എൻ്റർ ചെയ്യിപ്പിക്കുന്നത്. അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്ത് വെക്കും. ദി കോപ്പി നമ്പർ ഓഫ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ മേക്സ് ഹൗ മെനി ടാർഗറ്റ് DNA ആർ പ്രൊഡ്യൂസ്ഡ്. അപ്പം ഓരോ ക്ലോണിംഗ് വെക്ടറിനും പല പല കോപ്പി നമ്പർ ആയിരിക്കും ഉണ്ടാവുക. ഇത്തരത്തിൽ കൂടുതൽ ഹൈ കോപ്പി നമ്പർ ഉണ്ടെങ്കിൽ ടാർഗറ്റ് DNA അത്രയും എമൗണ്ട് നമ്മുടെ ടാർഗറ്റ് DNA ഫ്രാഗ്മെൻറ്റ്സ് അല്ലെങ്കിൽ ടാർഗറ്റ് DNA ഫൈനൽ പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നതാണ് അർത്ഥം. അടുത്തായിട്ട് നമുക്ക് നോക്കാം എന്താണ് സെലക്റ്റബിൾ മാർക്കേഴ്സ്. അപ്പോൾ സെലക്റ്റബിൾ മാർക്കറുകളെ കുറിച്ചിട്ട് അറിയാനാണെങ്കിൽ നമ്മൾ ട്രാൻസ്ഫോർമേഷനാണ് ഇവിടെ ശരിക്കും നടത്തുന്നത്. യൂസ് ടു ഐഡൻറ്റിഫൈ നോൺ ട്രാൻസ്ഫോർമൻസ് ആൻഡ് എലിമിനേറ്റ് ഇറ്റ്. അതായത് നമ്മളിവിടെ ഒരു പർട്ടിക്കുലർ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ അവിടെ യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനനുസരിച്ചുള്ള പ്രോഡക്റ്റിന് വെയിറ്റ് ചെയ്തിരിക്കുക. ട്രാൻസ്ഫോർമേഷൻ നടന്ന പ്രോഡക്റ്റ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. നോൺ ട്രാൻസ്ഫോർമൻസ് കുറേ അധികം ഉണ്ടായിരിക്കും. അപ്പം ഈ സെലക്റ്റബിൾ മാർക്കറുകളുടെ യൂസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ നോൺ ട്രാൻസ്ഫോർമൻസ് ആൻഡ് എലിമിനേറ്റ് ഇറ്റ്. അതിനെ എലിമിനേറ്റ് ചെയ്ത് കളയാനുള്ള ആളാണ് സെലക്റ്റബിൾ മാർക്കേഴ്സ്. അതുപോലെ തന്നെ പെർമിറ്റ് ദി ഗ്രോത്ത് ഓഫ് ട്രാൻസ്ഫോർമൻസ് ഓൺലി. ട്രാൻസ്ഫോം ചെയ്തു വരുന്ന ഐറ്റംസിന് മാത്രമേ അതിൻ്റെ ഗ്രോത്തിനെ
ഇത് അലൗ ചെയ്യത്തുള്ളൂ. ആംഫിസിലിൻ, ക്ലോറാംഫെനിക്കോൾ, ടെട്രാസൈക്ലിൻ എന്നത് എസ്കെറിഷ്യ കൊളൈൻ്റെ സെലക്റ്റബിൾ മാർക്കേഴ്സാണ്. ഇതൊക്കെ അതിൻ്റെ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻ്റ് ജീനുകളാണ്. ഈ ആംഫിസിലിൻ, ക്ലോറാംഫെനിക്കോൾ, ടെട്രാസൈക്ലിൻ എന്നത് എസ്കെറിഷ്യ കൊളൈൻ്റെ അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുത്ത ഈ ഒരു ക്ലോണിംഗ് വെക്ടറിൻ്റെ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻ്റ് ജീനാണ്. ദേ ആർ ദി ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻ്റ് ജീൻസ് ഇൻ എസ്കെറിഷ്യ കൊളൈ. അടുത്തതായിട്ട് പറയുന്നത് മൂന്നാമത്തെ ക്ലോണിംഗ് വെക്ടർ, തേർഡ് വൺ ആണ് ക്ലോണിംഗ് സൈറ്റുകളാണ്. ദാറ്റ് മീൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷനിലാണ് നമ്മളൊരു ഫ്രാഗ്മെൻറ്റ് കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥലം അല്ലാതെ മറ്റുള്ള സ്ഥലങ്ങളിലും നമുക്കുള്ള പോസിബിലിറ്റീസ് ഉണ്ട് ഇത് ജോയിൻ ചെയ്യിപ്പിക്കാൻ. ദീസ് ആർ മെനി റെക്കഗ്നേഷൻ സൈറ്റ് അതർ ദാൻ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. Presence of more than one recognition site makes several fragments. That means ഒന്നിൽ കൂടുതൽ റെക്കഗ്നേഷൻ സൈറ്റ്സ് ഉണ്ടെങ്കിൽ കുറേ ഫ്രാഗ്മെൻറ്റ്സ് അവിടെ ജോയിൻ ആയപ്പെടുമല്ലോ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രസൻസ് ഓഫ് മോർ ദാൻ വൺ റെക്കഗ്നേഷൻ സൈറ്റ്സ് മേക്ക് സെവറൽ ഫ്രാഗ്മെൻറ്റ്സ്. The ligation of alien DNA is carried out at restriction site present in one of the antibiotic resistant gene. അതായത് എന്താ പറഞ്ഞ ലിഗേഷൻ ഓഫ് എലിയൻ DNA, അതായത് നമ്മൾ പുതുതായിട്ട് ഉണ്ടാക്കിയ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ക്യാരിഡ് ഔട്ട് അറ്റ് റെസ്ട്രിക്ഷൻ സൈറ്റ് പ്രസൻറ്റ് ഇൻ വൺ ഓഫ് ദി ടു ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻ്റ് ജീൻ. അതായത് ക്ലോണിംഗ് സൈറ്റ് എന്ന് പറയുന്ന ഒരു സൈറ്റ് രണ്ട് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻ്റ് ജീനുകൾക്കിടയിൽ പ്രസൻ്റ് ആയിരിക്കും. അവിടെ വേണമെങ്കിൽ നമുക്ക് എന്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, നമുക്ക് അനദർ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ അല്ലെങ്കിൽ പുതുതായിട്ട് കൊണ്ടുവന്നൊരു DNA ഫ്രാഗ്മെൻറ്റിനെ അവിടെ DNA ലിഗേസ് വെച്ചിട്ട് ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റും. അങ്ങനെയുള്ളൊരു കാര്യമാണ് നമുക്ക് ടെക്സ്റ്റിൽ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ രണ്ട് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻ്റ് ജീനുകളുള്ളതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരു DNA ഫ്രാഗ്മെൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇത്തരത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പ്ലാസ്മിഡ്, ഒരു സിംഗിൾ സർക്കുലർ DNA ആയിട്ടുള്ള PBr322 എന്ന ഐറ്റത്തിനെയാണ്. PBr322 എന്നത് ഒരു ക്ലോണിംഗ് വെക്റ്ററാണ്. ആ ക്ലോണിംഗ് വെക്റ്ററിന് 4061 ബേസ് പെയേഴ്സ് ആണ് അതിൻ്റെ കപ്പാസിറ്റി. ഇവിടെ BAMH1 അതായത് ടെട്രാസൈക്ലിൻ, ആംഫിസിലിൻ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻ്റ് ജീൻ ഉണ്ട്. ഇത്തരത്തിൽ ടെട്രാസൈക്കിളിൻ്റെ ഇടയ്ക്കാണ് BAMH1 എന്ന പോയിന്റ് ഉള്ളത്. അവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു ഫ്രാഗ്മെൻറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്നിട്ടുള്ള കാര്യമാണ് നമ്മുടെ ടെക്സ്റ്റ് നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരുന്നത്. ക്ലോണിംഗ് സൈറ്റിലെ അവസാനത്തെ പോയിന്റ് ഒന്നുകൂടെ വായിക്കാം. ലിഗേഷൻ ഓഫ് എലിയൻ DNA ഈസ് ക്യാരിഡ് ഔട്ട് അറ്റ് റെസ്ട്രിക്ഷൻ സൈറ്റ് പ്രസൻറ്റ് ഇൻ വൺ ഓഫ് ദി ടു ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻ്റ് ജീൻ. അപ്പോൾ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻ്റ് ജീനിൻ്റെ ഇടയ്ക്കുള്ള റെസ്ട്രിക്ഷൻ സൈറ്റിൽ നമുക്ക് വേണമെങ്കിൽ അവിടെ ലിഗേഷൻ ക്യാരിഡ് ഔട്ട് ചെയ്യാം. മീൻസ് യു ക്യാൻ ലിഗേറ്റ് ഏലിയൻ പീസ് ഓഫ് DNA അറ്റ് BAMH1 സൈറ്റ് ഓഫ് ടെട്രാസൈക്ലിൻ റീജിയനിലെ BAMH1 ഇത്തരത്തിൽ നമുക്ക് പുതിയൊരു ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇത്തരത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താണ് ഇവിടെ വ്യത്യാസം? ഇവിടെ ടെട്രാസൈക്ലിൻ എന്നത് ഒരു ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻ്റ് ജീനാണ്. അപ്പോൾ പുതിയതായിട്ട് നമ്മളൊരു ഫോറിൻ DNA ഫ്രാഗ്മെൻറ്റ് ഇതിലേക്ക് കൊണ്ടെത്തുമ്പോഴത്തേക്ക് ഈ ടെട്രാസൈക്കിളിൻ്റെ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന പ്രോപ്പർട്ടി അവിടെ ലോസായി പോകുന്നു. അതാണ് അവിടെ നടക്കുന്നത്. ലോസ് ഓഫ് ഇറ്റ്സ് റെസിസ്റ്റൻസ് ഡ്യൂ ടു ഇൻസേർഷൻ ഓഫ് ദാറ്റ് DNA ഫ്രാഗ്മെൻറ്റ്. പക്ഷേ ആംഫിസെല്ലിന് അവിടെ ഉണ്ട് ഒരു ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻ്റ് ജീനായിട്ട്, അതിനെ അത് അഫക്റ്റ് ചെയ്യില്ല. ടെട്രാസൈക്കിളിൻ്റെ റീജിയൻ എൻ്റർ ചെയ്തുകൊണ്ട് മാത്രമാണ് ടെട്രാസൈക്കിളിൻ്റെ എന്ത് പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടത്? അതിൻ്റെ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടത്. ഇത്തരത്തിൽ നമ്മൾ ഒരു കൺസെപ്റ്റ് കൂടി പഠിക്കാൻ പോകണേ, എന്താണ് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ എന്നിട്ടുള്ള കാര്യം. അതായത് ഇൻസേർഷൻ ഓഫ് എ DNA ടു ദി കോഡിംഗ് സീക്വൻസ് ഓഫ് ദി എൻസൈം. ഒരു എൻസൈം ഇവിടെ നമ്മൾ എന്തിനെ കണ്ടത്? ടെട്രാസൈക്കിൾ എന്ന് പറഞ്ഞ ആൻറ്റിബയോട്ടിക് ജീനിന് റെസിസ്റ്റൻസ് ഉള്ള എൻസൈമിനെയാണ് നമ്മൾ കണ്ടത്. ഇത്തരത്തിൽ ഇൻസേർഷൻ ഓഫ് എ DNA ടു ദി കോഡിംഗ് സീക്വൻസ് ഓഫ് ദി എൻസൈം ബീറ്റ ഗാലക്ടോസിഡേസ് ദിസ് റിസൾട്ട്സ് ഇൻ ടു ഇനാക്ടിവേഷൻ ഓഫ് ദി എൻസൈം കോൾഡ് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ. അതായത് ഒരു പർട്ടിക്കുലർ സീക്വൻസ് കോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പർട്ടിക്കുലർ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസിലേക്ക് നമ്മൾ മറ്റൊരു DNA ഫ്രാഗ്മെൻറ്റ് നമ്മൾ ഇൻസേർട്ട് ചെയ്താൽ എന്ത് ചെയ്യും? ആ പർട്ടിക്കുലർ എൻസൈമിൻ്റെ ആ ഒരു പ്രോപ്പർട്ടി നഷ്ടപ്പെടും. ഇവിടെ ടെട്രാസൈക്കിളിൻ്റെ പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടു. അപ്പോൾ ജനറലായിട്ട് ഇത്തരത്തിലൊരു എൻസൈമിൻ്റെ പ്രോപ്പർട്ടി നഷ്ടപ്പെടുന്നത് കൊണ്ട് ഡ്യൂ ടു ദി ഇൻസേർഷൻ ഓഫ് എ ഫോറിൻ DNA ഫ്രാഗ്മെൻറ്റ്, ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ്, ആ ലോസ് പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരാണ് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ. ഇൻസേർഷൻ ഓഫ് എ DNA ടു ദി കോഡിംഗ് സീക്വൻസ് ഓഫ് ദി എൻസൈം ബീറ്റ ഗാലക്ടോസിഡേസ് ദിസ് റിസൾട്ട്സ് ഇൻ ടു ഇനാക്ടിവേഷൻ ഓഫ് ദി എൻസൈം കോൾഡ് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ. ഇവിടെ നമുക്ക് ടെക്സ്റ്റിൽ വന്നിരിക്കുന്ന എക്സാമ്പിൾ ബീറ്റ ഗാലക്ടോസിഡേസ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനത്തിനെയാണ്. അടുത്തതായിട്ട് പറയുന്നത് ക്ലോണിംഗ് വെക്ടേഴ്സിൻ്റെ ഫോർത്ത് വണ്ണാണ് വെക്ടേഴ്സ് ഫോർ ക്ലോണിംഗ് ജീൻസ് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. അതായത് വെക്ടേഴ്സ് ഫോർ ക്ലോണിംഗ് ജീൻസ് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. അപ്പം പ്ലാന്റ്സിലും അനിമൽസിലും ക്ലോൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെക്ടറുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിനകത്തെ കൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ടു ഡെലിവർ എ ജീൻ ടു ആൻ ഓർഗാനിസം
ദാറ്റ് ക്യാൻ ഫോഴ്സ് ദം ടു വാട്ട് ദേ വാണ്ട്. അതായത് ഒരു ജീനിനെ നമുക്ക് ഒരു ഓർഗാനിസത്തിലേക്ക് ഫോഴ്സ് ചെയ്യിപ്പിച്ചാൽ ആ ജീന് കൊണ്ടിട്ടുള്ള പ്രോപ്പർട്ടീസ് ഫൈനലി ആ സെൽസ് പ്രൊമോട്ട് ചെയ്ത് നടത്തും. നമുക്ക് അസുഖങ്ങളൊക്കെ പിടിക്കില്ലേ ഇപ്പം, അതൊക്കെ അതിനൊരു മോഡ് ഓഫ് ആക്ഷനാണ്. അപ്പം അങ്ങനെയുള്ള 2 എക്സാമ്പിളാണ് നമ്മൾ ടെക്സ്റ്റിൽ പറഞ്ഞേക്കുന്നത്. ഒന്ന് അഗ്രോ ബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാത്തോജൻ സെവറൽ ഡൈക്കോട്ട് പ്ലാന്റ്സിൽ കാണപ്പെടുന്ന ആളാണ്. ഡൈക്കോട്ട് പ്ലാന്റ്സിൽ കാണപ്പെടുന്ന അഗ്രോ ബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് എന്ന പാത്തോജനെ കൊണ്ടിട്ട് is able to deliver a piece of DNA known as tDNA to transfer normal cell into tumor. അതായത് അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് എന്ന പാത്തോജൻ ഡൈക്കോട്ടൽ പ്ലാന്റ് കാണപ്പെടുന്ന ഒരു പാത്തോജനാണ്. അതിന് tDNA ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കാൻ പറ്റും ആ ഒരു ഹോസ്റ്റ് ഓർഗാനിസത്തിലേക്ക്. ഇത്തരത്തിൽ ആ tDNAയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ tDNA ആ പ്ലാന്റിലെ നോർമൽ സെൽസിനെ ക്യാൻസറസ് ആക്കി മാറ്റും. അതായത് ട്യൂമേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നതിന് കാരണമാക്കും. ട്യൂമേഴ്സ് ഡെവലപ്പ് ചെയ്യും ഇൻ പ്ലാന്റ്സ്. നമ്മൾ അനിമൽസിൻ്റെ കേസിലും പറയുന്നുണ്ട് റെട്രോ വൈറസസ് ഇൻ അനിമൽസ് കോസ് നോർമൽ സെൽസ് ഇൻ ടു ക്യാൻസറസ്. ഒന്നുകൂടെ പറയാം, റെട്രോ വൈറസസ് ഇൻ അനിമൽസ് കോസ് നോർമൽ സെൽസ് ഇൻ ടു ക്യാൻസറസ്. അനിമൽസിൽ റെട്രോ വൈറസ് ക്യാൻസറസ് ഉണ്ടാക്കും. ഈ റെട്രോ വൈറസിനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മൾക്ക് ഈ എയ്ഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള അക്യൂട്ട് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം ഉണ്ടാക്കുന്ന ആ ഒരു വൈറസ്, അത് റെട്രോ വൈറസ്, HIV വൈറസ്, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് റെട്രോ വൈറസിൻ്റെ ക്ലാസ്സിൽ വരുന്ന ഒരാളാണ്. അടുത്തതായിട്ട് കോമ്പീറ്റൻ്റ് ഹോസ്റ്റ് എന്ന ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് കോമ്പീറ്റൻ്റ് ഹോസ്റ്റ് എന്ന് ചോദിച്ചാൽ, നമുക്ക് കിട്ടിയ റീകോമ്പിനൻ്റ് DNA മറ്റൊരു ഓർഗാനിസത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഇവിടെ പറയുന്നത്. ഫോർ ട്രാൻസ്ഫോർമേഷൻ ഓഫ് വിത്ത് റീകോമ്പിനൻ്റ് DNA. അപ്പോൾ റീകോമ്പിനൻ്റ് DNAക്ക് ഒരു പ്രത്യേകതയുണ്ട്, അത് ഹൈഡ്രോഫിലിക് നേച്ചറാണ്. ഹൈഡ്രോഫിലിക് എന്ന് വെച്ചാൽ വാട്ടർ ലവിങ് സ്പീഷീസാണ്. അതുകൊണ്ട് തന്നെ അതിന് സെൽ മെംബ്രെയിനിലൂടെ കടന്നു പോകാൻ പറ്റില്ല ഒരു ഓർഗാനിസത്തിൻ്റെ. കാരണം ഈ RDNA എന്ന് പറയുന്നത് ന്യൂക്ലിയസിൽ എക്സിസ്റ്റ് ചെയ്യേണ്ട സാധനമാണ്. ന്യൂക്ലിയസിൽ എത്തണമെങ്കിൽ നമുക്ക് സെൽ മെംബ്രെയിനിൽ കൂടെ പോകണം. സെൽ മെംബ്രെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, അത് വാട്ടർ പെർമിയബിൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ വാട്ടർ പെർമിയബിൾ ആകുമ്പോൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഹൈഡ്രോഫിലിക് നേച്ചറുള്ള DNA കൂടെ പോയാൽ എന്ത് ചെയ്യും, അതവിടെ ട്രാപ്പഡ് ആവപ്പെടും. അതുകൊണ്ട് ഡയറക്റ്റ് അങ്ങനെ കയറിപ്പോകാൻ പറ്റൂല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കോമ്പീറ്റൻ്റ് ഹോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് എന്താ, നമ്മൾ മറ്റൊരു ഓർഗാനിസത്തെ അല്ലെങ്കിൽ മറ്റൊരു മെക്കാനിസത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ഈ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ റീകോമ്പിനൻ്റ് DNA മറ്റൊരു സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെ 2 കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് മൈക്രോ ഇഞ്ചക്ഷനും രണ്ടാമത്തത് ജീൻ ഗൺ എന്ന് പറഞ്ഞിട്ടുള്ളതും. അപ്പോൾ മൈക്രോ ഇഞ്ചക്ഷൻ എന്നത് അനിമൽ സെല്ലിൽ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. റീകോമ്പിനൻ്റ് DNA ഈസ് ഡയറക്റ്റ്ലി ഇൻജെക്റ്റഡ് ടു ദി ന്യൂക്ലിയസ് ഓഫ് ആൻ അനിമൽ സെൽ ഈസ് കോൾഡ് മൈക്രോ ഇഞ്ചക്ഷൻ. എന്താണ്? റീകോമ്പിനൻ്റ് DNA ഈസ് ഡയറക്റ്റ്ലി ഇൻജെക്റ്റഡ് ടു ദി ന്യൂക്ലിയസ് ഓഫ് ആൻ അനിമൽ സെൽ. ഡയറക്റ്റ് റീകോമ്പിനൻ്റ് DNA അനിമൽ സെല്ലിൻ്റെ ന്യൂക്ലിയസിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്ന ആ ഒരു ടെക്നിക്കാണ് മൈക്രോ ഇഞ്ചക്ഷൻ. സെക്കൻഡ് ജീൻ ഗൺ അഥവാ ബയോളസ്റ്റിക്സ് എന്നതാണ്. അത് പ്ലാന്റ്സിലുള്ള വേണ്ടിയിട്ടാണ് ബയോളസ്റ്റിക്സ്. അതായത് സെൽസ് ബൊംബാർഡഡ് വിത്ത് ഹൈ വെലോസിറ്റി മൈക്രോ പാർട്ടിക്കിൾസ് ഓഫ് ഗോൾഡ് ഓർ ടങ്സ്റ്റൺ. അതായത് എന്താ പറയുന്നത്, മൈക്രോ പാർട്ടിക്കിൾസ് ഓഫ് ഗോൾഡ് ഓർ ടങ്സ്റ്റൺ എടുത്തിട്ട് അത് നമ്മൾ ഈ സെല്ലുമായിട്ട് ചേർത്ത് വെച്ചിട്ട് നമ്മളത് ബൊംബാർഡ് ചെയ്യും. അത് അവിടുന്ന് സ്പീഡിൽ ഹൈ വെലോസിറ്റിയിൽ മൂവ് ചെയ്യപ്പെടും. ഇറ്റ് കോട്ടഡ് വിത്ത് DNA. അപ്പോൾ എന്താ, സെൽസിൽ നമുക്ക് വേണ്ടുന്ന നമ്മളൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ള സെല്ലെടുത്തു, അതിൽ DNA കോട്ട് ചെയ്ത് വെച്ചു. ആ DNA കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സാധനം മൈക്രോ പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ഗോൾഡിൻ്റെ ടങ്സ്റ്റൻസിൻ്റെ പ്രസൻസിൽ അവിടെ ഹൈ വെലോസിറ്റിയിൽ ബൊംബാർഡ് ചെയ്യപ്പെട്ടിട്ട് ഒരു സ്ഥലത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് ജീൻ ഗൺ അല്ലെങ്കിൽ ബയോളസ്റ്റിക്സ് മെത്തേഡ്. ഇത് പ്ലാന്റ്സിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്, പ്രോസസ് ഓഫ് റീകോമ്പിനൻ്റ് DNA ടെക്നോളജി. അതെന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് വായിക്കാം. ഐസൊലേഷൻ ഓഫ് DNA. എങ്ങനെയാണ് നമുക്കൊരു റീകോമ്പിനൻ്റ് DNA ടെക്നോളജി വഴിയിട്ട് അതിൻ്റെ സ്റ്റെപ്സുകളാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തത് ഐസൊലേഷൻ ഓഫ് DNA, ദെൻ ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ് DNA, ഐസൊലേഷൻ ഓഫ് ഡിസൈഡ് DNA ഫ്രാഗ്മെൻറ്റ്, ലിഗേഷൻ ഓഫ് DNA ഫ്രാഗ്മെൻറ്റ് ഇൻറ്റു വെക്റ്ററിൽ ഒട്ടിപ്പിക്കുക, ട്രാൻസ്ഫറിങ് റീകോമ്പിനൻ്റ് DNA ഇൻറ്റു ദി ഹോസ്റ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, കൾച്ചറിങ് ദി ഹോസ്റ്റ് സെൽ, അതിനെ കൾച്ചർ ചെയ്യുക, അതിൻ്റെ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ചെയ്യുക. ഈ ഒരു മെത്തേഡാണ് നമ്മുടെ ബയോടെക്നോളജീൻ്റെ മെത്തേഡ്, റീകോമ്പിനൻ്റ് DNA ടെക്നോളജീൻ്റെ പ്രോസസ്സ്. അപ്പം റീകോമ്പിനൻ്റ് DNA ടെക്നോളജീൻ്റെ ഫസ്റ്റ് പ്രോസസ്സാണ് നമ്മൾ പറയുന്നത്. അത് സ്റ്റെപ്പ് 1 ഐസൊലേഷൻ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ എന്ന കാര്യമാണ്. ജനറ്റിക് മെറ്റീരിയൽ നമ്മൾ കണ്ടുപിടിക്കുക എന്നിട്ടുള്ള കാര്യമാണ്. ജനറ്റിക് മെറ്റീരിയൽ എന്നത് നമ്മൾ ന്യൂക്ലിക് ആസിഡ് ആണ്. അപ്പോൾ നമ്മുടെ DNA റെസ്ട്രിക്ഷൻ എൻസൈം വെച്ച് കട്ട് ചെയ്യുന്നു. അങ്ങനെയല്ലേ നമ്മൾ ചെയ്യേണ്ടത് അവസാനം. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ബ്രേക്ക് ദി
സെൽ ഓപ്പൺ ടു റിലീസ് DNA അലോങ് വിത്ത് ദി അതർ മൈക്രോ മോളിക്യൂൾ. ഒരു സെൽ ഓപ്പൺ ചെയ്താൽ ആ സെല്ലിലുള്ള മുഴുവൻ മൈക്രോ മോളിക്യൂൾസും DNA ഉൾപ്പെടെ എല്ലാം കൂടെയാണ് വരുന്നത്. ഇതിൽ നിന്നിട്ടും ബാക്കിയുള്ള മൈക്രോ മോളിക്യൂൾസിനെ മാത്രം നമുക്ക് അവിടെ നിന്ന് എടുത്ത് കളഞ്ഞിട്ട് DNA മാത്രമാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതർ മൈക്രോ മോളിക്യൂൾസ് ആർ ഡൈജസ്റ്റഡ് ബൈ യൂസിങ് സ്യൂട്ടബിൾ എൻസൈംസ്. ബാക്കിയുള്ളതിനെ ഡൈജസ്റ്റ് ചെയ്ത് കളയും. ഇത്തരത്തിൽ ബാക്ടീരിയ ഉണ്ടെങ്കിൽ അതിനെ ഡൈജസ്റ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടുള്ള ആളാണ് ലൈസോസൈം. പ്ലാന്റ് സെല്ലാണെങ്കിൽ സെല്ലുലേസ് വെച്ചിട്ട് ഡൈജസ്റ്റ് ചെയ്യും. ഫംഗസ് ആണെങ്കിൽ കൈറ്റിനേഴ്സ് വെച്ചിട്ട് ഡൈജസ്റ്റ് ചെയ്യും. RNA ആണെങ്കിൽ റൈബോ ന്യൂക്ലിയസ് വെച്ചിട്ട് ഡൈജസ്റ്റ് ചെയ്യും. പ്രോട്ടീൻ ആണെങ്കിൽ പ്രോട്ടിയേസ് വെച്ചിട്ട് ഡൈജസ്റ്റ് ചെയ്യും. ഇത്തരത്തിൽ നമുക്ക് പ്യൂരിഫൈഡ് DNA കിട്ടി. ആ പ്യൂരിഫൈഡ് DNA നമ്മൾ ചിൽഡ് എത്തനോളിൽ പ്യൂരിഫൈഡ് DNA എപ്പോൾ കിട്ടുമെന്ന് ചോദിച്ചാൽ, കറക്റ്റായിട്ട് കിട്ടുമെന്ന് ചോദിച്ചാൽ ഈ മൈക്രോ മോളിക്യൂൾസ് എല്ലാം റിമൂവ് ചെയ്ത് പോയാൽ അത് കംപ്ലീറ്റ് ആയിട്ട് പോകത്തില്ല. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ആഡ് ചെയ്യും? ചിൽഡ് എത്തനോൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യും. ചിൽഡ് എത്തനോൾ എന്ന് വെച്ചാൽ ഐസ് കോൾഡ് ആയിട്ടുള്ള എത്തനോളാണ്. ഇത്തരത്തിൽ പ്യൂരിഫൈഡ് DNA ഗെറ്റ് ആഫ്റ്റർ ആഡിങ് ചിൽഡ് എത്തനോൾ. അതായത് ഐസ് കോൾഡ് എത്തനോൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് മാത്രമാണ് നമുക്ക് പ്യുവർ ആയിട്ടുള്ള DNA ഫ്രാഗ്മെൻറ്റ്സ് അല്ലെങ്കിൽ ആ DNA ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അടുത്തതായിട്ട് റീകോമ്പിനൻ്റ് DNA ടെക്നോളജീൻ്റെ സ്റ്റെപ്പ് 2ലേക്കാണ് പോകുന്നത്. അവിടെ കട്ടിംഗ് ഓഫ് DNA അറ്റ് സ്പെസിഫിക് ലൊക്കേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത്. അറിയാമല്ലോ, DNA കട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് പറയുന്ന പേരാണ് റെസ്ട്രിക്ഷൻ എൻസൈംസ്. അപ്പോൾ റെസ്ട്രിക്ഷൻ എൻസൈംസ് ആർ യൂസ്ഡ് DNA ഫ്രാഗ്മെൻറ്റ്സ് ഗെറ്റ് ഫ്രാഗ്മെൻറ്റഡ്. അതിനുശേഷം ഇലക്ട്രോഫോറസിസ് ഈസ് യൂസ്ഡ് ടു ചെക്ക് റെസ്ട്രിക്ഷൻ എൻസൈം ഡൈജഷൻ. അല്ല, ഇലക്ട്രോഫോറസിസ് അല്ല യൂസ് ചെയ്തിട്ട് നമ്മൾ റെസ്ട്രിക്റ്റഡ് എൻസൈംസിനെ നമ്മൾ മൂവ് ചെയ്യിപ്പിക്കുന്നത്. ഇലക്ട്രോഫോറസിസ് ഈസ് യൂസ്ഡ് ടു ചെക്ക് റെസ്ട്രിക്ഷൻ എൻസൈം ഡൈജഷൻ. അപ്പോൾ റെസ്ട്രിക്ഷൻ എൻസൈം ഡൈജഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രോഫോറസിസ് യൂസ് ചെയ്യും, അത് ഫ്രാഗ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുശേഷം നെഗറ്റീവ്ലി ചാർജ് DNA ആ സമയത്ത് ആനോഡിലേക്ക് മൂവ് ചെയ്യും. ഇലക്ട്രോഫോറസിസ്, അഗറോസ് ജെൽ ഇലക്ട്രോഫോറസിസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതിനുശേഷം ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഒബ്റ്റെയിൻ ചെയ്യും. ജീൻ ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് വേണ്ടുന്ന ഡിസറബിൾ ജീൻ അടങ്ങിയിട്ടുള്ള DNA ഫ്രാഗ്മെൻറ്റ് നമുക്ക് കിട്ടും. ഇറ്റ് ഈസ് ജോയിൻഡ് ടു DNA ലെയേഴ്സ്. ഇറ്റ് ഈസ് ജോയിൻഡ് ടു കട്ട് വെക്ടർ ടു ഫോം റീകോമ്പിനൻ്റ് DNA. ഇത് നമ്മൾ കട്ട് വെക്ടറുമായിട്ട് ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് റീകോമ്പിനൻ്റ് DNA ഫോം ചെയ്യും. ഇത്തരത്തിൽ ആ പ്ലാസ്മിഡ് അല്ലെങ്കിൽ ആ ഒരു ക്ലോണിങ് വെക്ടറുമായിട്ട് ജോയിൻ ചെയ്യിപ്പിക്കുന്നു. എന്ത് വെച്ച് ജോയിൻ ചെയ്യിപ്പിക്കുന്നു എന്ന് വെച്ചാൽ ബൈ യൂസിങ് DNA ലിഗേസ്. ഇറ്റ് ഈസ് ജോയിൻഡ് ടു കട്ട് വെക്ടർ ടു ഫോം റീകോമ്പിനൻ്റ് DNA. അടുത്തതായിട്ട് മൂന്നാമത്തെ സ്റ്റെപ്പിലേക്കാണ് പോകുന്നത്. ആംപ്ലിഫിക്കേഷൻ ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് PCR ടെക്നോളജി. ആക്ച്വലി എന്ന് വെച്ചാൽ ഒരു സ്മാൾ എമൗണ്ട് ജനറ്റിക് മെറ്റീരിയൽ അല്ലെങ്കിൽ വേണ്ടുന്ന ജീൻ ഒരു ഫ്രാക്ഷൻ എടുത്തിട്ട് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന റീകോമ്പിനൻ്റ് DNA എടുത്തിട്ട് അതിനെ ഹൈ ആയിട്ട് ആംപ്ലിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ശരിക്കും നമ്മുടെ ഈ ലോകം അഭിമുഖീകരിച്ചിരിക്കുന്ന നമ്മുടെ കൊറോണ വൈറസ് COVID-19 എന്ന് പറഞ്ഞിട്ടുള്ള സാധനത്തും നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്ന പ്രോസസ്സും സെയിം തന്നെയാണ്. പോളിമറൈസ്ഡ് ചെയിൻ റിയാക്ഷൻ, അതായത് PCR ടെക്നോളജി വഴിയിട്ടാണ് ഇതും ചെയ്യുന്നത്. അതായത് നമ്മുടെ ശരീരത്തിലെ നമ്മുടെ ഒരു സാമ്പിളിലെ നമ്മുടെ ബ്ലഡിലെ ആയിരിക്കും എടുക്കുന്നത്. അപ്പം ബ്ലഡിലെ ഒരു ജീൻ ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ എടുത്തിട്ട് അതിനെ ആംപ്ലിഫൈ ചെയ്ത് നോക്കുമ്പം അവിടെ കോവിഡ് മെറ്റീരിയൽ അല്ലെങ്കിൽ കൊറോണ വൈറസിൻ്റെ ആക്ഷൻ ഉണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റും. ഒരു ചെറിയ സാമ്പിളിൽ നിന്നും വലിയ രീതിയിൽ എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ടാണ് ഈ പ്രോസസ്സ് നടത്തുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് സ്റ്റെപ്പ് 3 ആയിട്ടുള്ള നമ്മൾ DNA ടെക്നോളജീൻ്റെ സ്റ്റെപ്പ് 3 ആയിട്ടുള്ള ആംപ്ലിഫിക്കേഷൻ ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് പഠിക്കാം. PCR ടെക്നോളജി എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് പ്രധാനമായിട്ട് 3 സ്റ്റെപ്പാണ്. ഡീനാച്ചുറേഷൻ, അനിലിംഗ് ആൻഡ് എക്സ്റ്റൻഷൻ. അതായത് ഡീനാച്ചുറേഷൻ എന്ന പ്രോസസ്സ് വഴി ആ DNA പിടിച്ചിട്ട് സ്ട്രാൻഡ് രണ്ടും വകതിരിഞ്ഞ് രണ്ടാക്കി വെക്കും. ഹീറ്റ് അപ്ലൈഡ്, ദെൻ സ്ട്രാൻഡ്സ് ആർ ഗെറ്റ് സെപ്പറേറ്റഡ്. അടുത്ത അനിലിംഗ് എന്ന പ്രോസസ്സിൽ ജീനോമിക് DNA സ്ട്രാൻഡ് ആ സ്റ്റെംപ്ലേറ്റ് ജീനോമിക് DNA, അതായത് 2 സ്ട്രാൻഡായിട്ട് മാറ്റിയിട്ടുണ്ടല്ലോ, അതിൽ ഒരു സ്ട്രാൻഡിനെ പിടിച്ചിട്ട് നമ്മുടെ ജീനോമിക് DNAൻ്റെ ആ സ്ട്രാൻഡിനെ പിടിച്ചിട്ട് നമ്മൾ ടെംപ്ലേറ്റ് ആക്കി വെച്ചിട്ട് നമ്മളൊരു പ്രൈമറിനെ കൊണ്ടിട്ട് അതിൻ്റെ ഏതെങ്കിലും ഒരു അറ്റത്ത് കൊണ്ട് ആഡ് ചെയ്യും. അതിൻ്റെ ഓപ്പോസിറ്റ് പൊളാരിറ്റി വരുന്നത്. അപ്പോൾ പ്രൈമർ എന്നാൽ ഒരു സ്മാൾ ഒളിഗോ ന്യൂക്ലിയോറ്റൈഡ് മോളിക്യൂളാണ്. അതായത് പ്രൈമർ എന്ന് പറയുമ്പോൾ ഒരു DNAയുടെ ഇപ്പം 100 ന്യൂക്ലിയോറ്റൈഡുള്ള ഒരു DNA ആണ് നമ്മൾ കൺസിഡർ ചെയ്തതെന്ന് വെക്കുക. ആ 100 ന്യൂക്ലിയോറ്റൈഡ് DNAയുടെ ഒരു എൻഡിൽ നമ്മൾ എന്താ ആഡ് ചെയ്യും? ഒരു പാർട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്മാൾ എമൗണ്ട് DNA ഫ്രാക്ഷൻ അവിടെ ആഡ് ചെയ്യും. അത് എന്തിനാണ് അവിടെ ആഡ് ചെയ്യുന്നത്? അതിന് പറയുന്ന പേരാണ് സ്മാൾ ഒളിഗോ ന്യൂക്ലിയോറ്റൈഡ് അഥവാ പ്രൈമർ. അതവിടെ കൊണ്ട് ആക്ട് ചെയ്യുന്നതിൻ്റെ പ്രത്യേകത എന്താണ് നമുക്ക് അടുത്ത പോയിന്റിൽ നോക്കാം. എക്സ്റ്റൻഷൻ, അതായത് DNA പ്രൈമറിനെ എന്ത് ചെയ്യും? എക്സ്റ്റെൻഡ് ചെയ്യിപ്പിക്കും ബൈ യൂസിങ് DNA പോളിമറൈസ് എൻസൈം. വന്നിട്ട് നമ്മൾ ആഡ് ചെയ്ത സ്മാൾ ഫ്രാക്ഷൻ ഒളിഗോ ന്യൂക്ലിയോറ്റൈഡ് ചെയിനെ പിടിച്ച് എക്സ്റ്റെൻഡ് ചെയ്യിപ്പിക്കും. അപ്പോൾ അവിടെ എന്ത് ഫോം ചെയ്യും? അവിടെ ആ ഒരു സ്ട്രാൻഡ് കംപ്ലീറ്റ് ചെയ്യപ്പെടും. ഇത്തരത്തിൽ PCR എന്ന ഇതിനെ യൂസ് ചെയ്യുന്ന 3 സ്റ്റെപ്പാണ് ഡീനാച്ചുറേഷൻ, അനിലിംഗ് ആൻഡ് എക്സ്റ്റൻഷൻ. ഇത്തരത്തിൽ നമ്മൾ ഒരുപാട് രീതിയിൽ ഒരുപാട് പ്രാവശ്യം മൾട്ടിപ്പിൾ ടൈംസ് ചെയ്യേണ്ട പ്രോസസ്സാണ് PCR. അതുകൊണ്ട് തന്നെ നമുക്ക് 1 ബില്യൺ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് വരെ നമുക്ക് ഉണ്ടായി ഫോം ചെയ്യും.
ഇത്തരത്തിൽ അതുകൊണ്ട് തന്നെ അവിടെ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തെർമോസ്റ്റേബിൾ ആയിട്ടുള്ള DNA പോളിമറൈസ് ആണ് യൂസ് ചെയ്യേണ്ടത്. തെർമോസ്റ്റേബിൾ ആയിട്ടുള്ള DNA പോളിമറൈസ് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ ഇറ്റ് ഐസൊലേറ്റ് ഫ്രം ബാക്ടീരിയം തെർമസ് അക്വാറ്റിക്കസ്. അപ്പോൾ തെർമസ് അക്വാറ്റിക്കസ് എന്ന ബാക്ടീരിയത്തിൽ നിന്നുമുള്ള തെർമോസ്റ്റേബിൾ ആയിട്ടുള്ള DNA പോളിമറൈസ് ആണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ ടോളറൻ്റ് ആണ്. അടുത്ത സ്റ്റെപ്പ് 4 എന്നത് ഇൻസേർഷൻ ഓഫ് റീകോമ്പിനൻ്റ് DNA ഇൻറ്റു ദി ഹോസ്റ്റ് സെൽ ഓഫ് ദി ഓർഗാനിസം എന്നതാണ്. എന്താണ് ഇൻസേർഷൻ ഓഫ് റീകോമ്പിനൻ്റ് DNA ഇൻറ്റു ദി ഹോസ്റ്റ് സെൽ ഓഫ് ദി ഓർഗാനിസം. ഡ്യൂറിങ് ട്രാൻസ്ഫോർമേഷൻ നടക്കുമ്പോഴത്തേക്ക് rDNA ബിയറിങ് എ ജീൻ അല്ലേ, റീകോമ്പിനൻ്റ് DNA ജീനിനെ ബിയർ ചെയ്യും. For ampicillin resistant gene is transferred into recipient Escherichia coli cell. For ampicillin resistance gene resistance is transferred into recipient Escherichia coli cell. Then Escherichia coli cell also become ampicillin resistant. അപ്പം എന്ത് ചെയ്യും, എസ്കെറിഷ്യ കൊളൈ സെല്ലും ആംഫിസിലിൻ റെസിസ്റ്റൻ്റ് ആവും. എന്ത് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആംഫിസിലിൻ റെസിസ്റ്റൻ്റ് ജീൻ റെസിപ്പിയൻ്റ് എസ്കെറിഷ്യ സെല്ലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം എസ്കെറിഷ്യ കൊളൈ സെൽസും ആംഫിസിലിൻ്റെ റെസിസ്റ്റൻസ് പ്രോപ്പർട്ടി കാണിക്കും. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോപ്പർട്ടിയുള്ള സബ്സ്റ്റൻസ് അല്ലെങ്കിൽ നമ്മളെ ആക്ട് ചെയ്യേണ്ട ആ പാത്തജൻ്റെ ആ ഒരു പ്രോപ്പർട്ടി നമ്മുടെ ഒരു സെല്ലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം നമ്മുടെ സെല്ലും എന്ത് ചെയ്യും, ആ ഒരു പാത്തജൻ്റെ പ്രോപ്പർട്ടി കാണിക്കും എന്നതാണ് ഇവിടെ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞേക്കുന്നത്. ഈ ഒരു ആസ്പെക്റ്റ് വെച്ചിട്ടാണ് ഇവിടെ ഫങ്ഷൻ ചെയ്യുന്നത്. ദിസ് ആസ്പെക്റ്റ് യൂസ്ഡ് ടു ഡിഫറൻഷിയേറ്റ് ട്രാൻസ്ഫോംഡ് സെൽസ് ഫ്രം നോൺ ട്രാൻസ്ഫോംഡ് സെൽസ്. ഓക്കെ, അതായത് ഇത്തരത്തിലൊരു സവിശേഷത യൂസ് ചെയ്തിട്ട്, ഇത്തരത്തിലുള്ള ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ട്രാൻസ്ഫോംഡ് സെൽസിനെ നമുക്ക് നോൺ ട്രാൻസ്ഫോംഡ് സെൽസിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ മുകളിൽ പറഞ്ഞ ആംഫിസിലിൻ എന്ന ആ ഒരു ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻ്റ് ജീൻ ശരിക്കും സെലക്റ്റബിൾ മാർക്കറായിട്ടാണ് ആക്ട് ചെയ്യുന്നത് എന്നാണ് നമ്മുടെ NCERT ടെക്സ്റ്റ് പറഞ്ഞു തരുന്നത്. കുറച്ച് ഡിഫിക്കൽട്ടീസ് ഫീൽ ചെയ്യുന്ന ഒരു സെക്ഷനാണ് സ്റ്റെപ്പ് 4. നന്നായിട്ട് വായിച്ചു നോക്കുക. അടുത്ത സ്റ്റെപ്പ് 5 എന്ന് വെച്ചാൽ എളുപ്പമാണ്, ഒബ്റ്റൈനിങ് ഫോറിൻ ജീൻ പ്രോഡക്റ്റ്. അപ്പം ജീൻ പ്രോഡക്റ്റ് ഉണ്ടാവണം. അവിടെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ബയോറിയാക്ടേഴ്സ് എന്ന സെക്ഷനാണ്. എന്താണ് ബയോറിയാക്ടേഴ്സ്? അതൊരു ഡിവൈസാണ്, ബയോളജിക്കലി കൾച്ചർ ചെയ്യുന്ന ഒരു ടാങ്കാണത്. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് റോ മെറ്റീരിയൽസ് ബയോളജിക്കലി ഇൻറ്റു സ്പെസിഫിക് പ്രോഡക്റ്റ്. അപ്പോൾ ബയോളജിക്കൽ ആയിട്ട് ഡൈജഷൻ അല്ലെങ്കിൽ അതിനെ ഒരു സ്മാൾ എമൗണ്ടിനെ ഹൈ ലാർജ് ലിറ്റേഴ്സ് ആക്കി മാറ്റുന്ന ഒരു മെഷീനാണ് ശരിക്കും ഈ ബയോറിയാക്ടർ എന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് റോ മെറ്റീരിയൽസ് ബയോളജിക്കലി ഇൻറ്റു സ്പെസിഫിക് പ്രോഡക്റ്റ്. അപ്പം ബയോറിയാക്ടേഴ്സ് പ്രധാനമായിട്ട് 2 ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തത് സിമ്പിൾ സ്റ്റെർഡ് ടാങ്ക് ബയോറിയാക്ടർ ആണ്. രണ്ടാമത്തത് സ്പാർജ്ഡ് സ്റ്റെർഡ് ടാങ്ക് ബയോറിയാക്ടർ ആണ്. അപ്പം ഇത് രണ്ടും നമ്മൾ എന്താണെന്നൊന്ന് ജസ്റ്റ് ടെക്സ്റ്റിലെ പടം നോക്കിയിട്ട് പോകുന്നതാണ്. ടെക്സ്റ്റ് ഇവിടെ ഇരിപ്പുണ്ട്. 2 ടൈപ്പ്. ഇതിൻ്റെ പാർട്സൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതിലെ പാർട്സൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോകുക. അതുപോലെ ബയോറിയാക്ടറിൽ ഡൗൺ സ്ട്രീം പ്രോസസ്സ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. സെപ്പറേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ. ഇത്തരത്തിൽ മൊത്തത്തിലുള്ള സെപ്പറേഷനും പ്യൂരിഫിക്കേഷനും കൂടെ പറയുന്ന ടേമാണ് ഡൗൺ സ്ട്രീം പ്രോസസ്സ്. അപ്പോൾ ഇത്രയും കാര്യമാണ് നമുക്ക് ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് പഠിക്കാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. വളരെയധികം കൺസെപ്റ്റുകൾ വളരെ കണ്ടൻസ്ഡ് ആയിട്ടാണ് ഇതിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ റീഡ് എഗെയിൻ ആൻഡ് എഗെയിൻ. അപ്പോൾ നല്ല രീതിയിൽ കൺസെപ്റ്റ് വെച്ചിട്ട് ഈ ചാപ്റ്റർ പഠിച്ചെടുക്കുക. എല്ലാ കൂട്ടർക്കും നല്ലൊരു പോസിറ്റീവ് വൈബ് ആശംസിച്ചുകൊണ്ടിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും ബൈ.